ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 യുവതികളെ മദ്യലഹരിയിലെത്തിയ ഒരാൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് ഇടുന്നു. അതിൽ ഒരു പെൺകുട്ടി തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ്, തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസിലാണ് അതിക്രമം നടന്നത്. വർക്കലയിൽ എത്തിയപ്പോഴാണ് ഈ പ്രതി യുവതികൾക്ക് നേരെ അതിക്രമം കാട്ടിയത്. ആലുവയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിയതായിരുന്നു പെൺകുട്ടികൾ. ഏതായാലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആന്തരിക രക്തസ്രാവം അടക്കമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ സിജോ വി ജോൺ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഈ യുവതിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോഴും ചികിത്സ തുടരുകയാണ്, വെന്റിലേറ്റർ തന്നെയാണ് എന്ന് തന്നെയാണ്. ഈ പ്രതിയെ പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരം പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രതിയെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചു. തിരുവനന്തപുരം ഫോർട്ട് ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ റെയിൽവേ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലോട്ട് തമ്പാനൂരിലുള്ള റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അവിടെ എത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിൽ പ്രാഥമിക ചോദ്യം, ഇയാളെ പിടികൂടിയതിന് പിന്നാലെ ഇയാൾ ഈ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത്. താൻ അങ്ങനെ ചെയ്തിട്ടില്ല, യുവതിയെ ചവിട്ടി തള്ളി താഴെ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇയാൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ അത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇത് കണ്ടു നിന്ന ആളുകളുണ്ട്. ഈ സ്ത്രീക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു സുഹൃത്ത് ഒരു മുന്നിൽ വെച്ചാണ് ഈ സ്ത്രീയെ ചവിട്ടി താഴത്തോട്ട് ഇടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കണ്ടു നിൽക്കുകയാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ചെയ്തിരുന്നത്. മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ആ സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചു എന്നുള്ളത് സംബന്ധിച്ച് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന് പ്രകോപനം ഉണ്ടാകാൻ കാരണം എന്ന് സംബന്ധിച്ച് വ്യക്തമല്ല. ഒരു അടുത്തുണ്ടായിരുന്ന ബസ്സിലുണ്ടായിരുന്ന വാഷ്റൂമിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും പിന്നീട് ചവിട്ടി താഴത്തേക്ക് വിടുകയും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി പരിശോധനകൾ ചോദ്യം ചെയ്യലിന് ശേഷം കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. എന്താണ് ഇതിൽ കാരണം സംബന്ധിച്ച് ഈ പെൺകുട്ടിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ രക്ഷിച്ചു പോകുന്നത്. എന്തായാലും പരമാവധി ചികിത്സ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സിജോ, ഈ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല. പോലീസ് അത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഉണ്ടായിരുന്ന ഇൻസിഡൻസിനെ കുറിച്ചാണ് പോലീസ് പ്രാഥമികമായും പരിശോധിക്കുന്നത്. എന്തിനാണ് അത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടായത്, എന്ത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഇയാള് ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴത്തേക്ക് ഇട്ടത് വിവരങ്ങളാണ് ചോദിച്ചത്. പക്ഷേ അയാളോട് ചോദിക്കുമ്പോൾ ആവർത്തിച്ച് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് കാര്യമാണ് റെയിൽവേ പോലീസിനോട് ഇയാൾ പറയുന്നത്. പക്ഷെ അത് കൃത്യമായി കണ്ടിരുന്ന ആളുകളുണ്ട്. ഈ സ്ത്രീയുടെ പെൺകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആള്, കൂടെ ഉണ്ടായിരുന്ന ആള് അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും പിന്നീട് ചവിട്ടി താഴത്തേക്ക് ഇടുകയും ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഏതായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യുവതി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കും. ഈ പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അക്രമിയെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ യുവതിയെ തള്ളിയിട്ട ശേഷം മറ്റൊരു ട്രെയിനിൽ യുവതിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയ യുവതികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പാളത്തിൽ ബോധരഹിതയായി കണ്ടെത്തിയ യുവതി അബോധാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു, സുഹൃത്ത്. ഈ സുഹൃത്തിനെതിരെയും ആക്രമണം ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആ പെൺകുട്ടി ട്രെയിന് പുറത്തേക്ക് വീണില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്, എന്താണ് ഇയാൾക്ക് പ്രകോപനപരമായ എന്തെങ്കിലും കാര്യമാണോ, അത് ഈ മദ്യലഹരിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീമതി ദീപ്തി, ഞെട്ടിക്കുന്ന സംഭവമാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 പെൺകുട്ടികളെ ചവിട്ടി വീഴ്ത്താനാണ് ട്രെയിനിൽ നിന്ന് ശ്രമിച്ചത്. ഒരു പെൺകുട്ടി ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം?